അറിയാം, സമൂഹത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഒട്ടേറെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിലെ കുറച്ച് ആനുകൂല്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് തന്നെ ആദ്യത്തെ ആനുകൂല്യം എന്ന് പറയുന്നത് ഭിന്നശേഷി സ്കോളർഷിപ്പാണ്. അതായത് ഈ സ്കോളർഷിപ്പ് പഠിക്കുന്ന ഭിന്നശേഷി വ്യക്തികൾക്ക് പഞ്ചായത്ത് ത്രൂ സ്കോളർഷിപ്പ് കിട്ടും. പ്രതിവർഷം 28,500 രൂപ വരെ ലഭിക്കാം സ്കോളർഷിപ്പ്. നിങ്ങളുടെ കറക്റ്റ് ക്ലാസ് അനുസരിച്ചാണ് അത് നിങ്ങൾക്ക് ക്ലാസ് തരം അനുസരിച്ചാണ് നിങ്ങൾക്ക് കറക്റ്റ് അലോട്ട് ചെയ്ത് സ്കോളർഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാൻ നമ്മൾ പഞ്ചായത്തിലെ ICDS ഓഫീസ് മുഖേന അപ്ലൈ ചെയ്യണം. അപ്പം എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് തന്നെ നിങ്ങളുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി, അതുപോലെ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ പഠിക്കുന്നത് അവിടെ നിന്നുള്ള ഒരു ബോണാഫൈഡ് സർട്ടിഫിക്കറ്റ്, പിന്നെ വെള്ള പേപ്പറിലൊരു അപേക്ഷ. ഇത്രയും ഡോക്യുമെൻറ്റ്സ് വെച്ച് പിന്നെ ചിലപ്പോൾ ഒരു ഫോമും കൂടി ഉണ്ടാവും ഫില്ല് ചെയ്യാൻ. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് പദ്ധതിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ആനുകൂല്യം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷനാണ്, ഭിന്നശേഷി പെൻഷൻ. അത് മാസം 1,600 രൂപ നമുക്ക് ലഭിക്കുന്നതായിരിക്കും, കേന്ദ്ര വിഹിതം ഉൾപ്പെടെ. ഇതിനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളെ പഞ്ചായത്തിൽ തന്നെയാണ് ഇതിനും അപ്ലൈ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെ എടുത്തു പോയി അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു രണ്ട് മാസത്തിനുള്ളിലൊക്കെ അലോട്ട് ചെയ്യുന്നതായിരിക്കും. അതും പഞ്ചായത്തിലാണ് അന്വേഷിക്കേണ്ടത്. മൂന്നാമത്തെ ഇതെന്ന് പറയുന്നത് യാത്രാ കൺസെഷൻ്റെ ഇത് ആനുകൂല്യമാണ്. അതായത് ഭിന്നശേഷിക്കാർക്ക് KSRTCയിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സിലും ഒക്കെ കൺസെഷൻ കിട്ടും. അതിനായിട്ട് KSRTCയുടെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഡിപ്പോയിലെ യൂണിറ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. അവിടുന്ന് കാർഡ് ഇഷ്യൂ ചെയ്ത് വരും, നിങ്ങൾ വേണ്ട അനുബന്ധ രേഖകളൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ. അതുപോലെ പ്രൈവറ്റ് ബസ്സിൻ്റെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള RT ഓഫീസിൽ പോയാണ് അപേക്ഷിക്കേണ്ടത്. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക്, അതായത് ഭിന്നശേഷി വ്യക്തികൾക്ക് തന്നെ ട്രെയിനിൽ 4 തരം വൈകല്യമുള്ളത്. ഒന്ന് ബ്ലൈൻഡ്, സെക്കൻഡ് ഡെഫ് ആൻഡ് ഡംബ്, തേർഡ് ലോക്കോമോട്ടർ ഡിസേബിലിറ്റി, നാലാമത് മെൻ്റൽ റിട്ടാർഡേഷൻ. ഈ പറഞ്ഞ 4 ഇതിലുള്ളവർക്ക് ട്രെയിനിലും നിങ്ങൾക്ക് കൺസെഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങളെ അടുത്തുള്ള, ഇപ്പോൾ എറണാകുളത്തെ കാര്യം പറയുവാണെങ്കിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലുള്ള ഏരിയ മാനേജർ ഓഫീസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം നിലവിൽ അത് ഓൺലൈൻ വഴിയും അപേക്ഷിക്കാം എന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ മുഖേന ഓൺലൈനായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ CMDRF എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അത് ഭിന്നശേഷിക്കാർക്ക് മാത്രമല്ല, അല്ലാതെയുള്ള രോഗങ്ങളുള്ളവർക്കും, അതായത് ഹാർട്ട് ഡിസീസസ് അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി ചെയ്യാവുന്നതാണ്, ഓൺലൈൻ വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഈ ചാനലിൽ ഇതേപോലെ ഇൻഫർമേഷൻ കണ്ടൻറ്റും അതുപോലെ ബ്ലോഗും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന ഒരു ചാനലാണ്. അപ്പം എല്ലാവരും ഇന്ന് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക്